യഥാർത്ഥത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ഒരുപാട് തവണ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. വലിയ പ്രതിസന്ധികളും ഒരുപാട് പരിവട്ടങ്ങളും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു വലിയ പ്രയാസമായിരുന്നു ശുഅബ് അബീ ത്വാലിബ് എന്ന പർവ്വതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 വർഷത്തോളം ഉപരോധത്തിൽ ഏർപ്പെട്ടപ്പോൾ ഭക്ഷണമില്ലാതെ പാനീയമില്ലാതെ കുടിക്കാൻ ഒരു തുള്ളി നീര് പോലും ഇല്ലാതെ കഷ്ടപ്പെട്ടപ്പോൾ പച്ചിലകൾ അരച്ചുകൊണ്ട് അതിൻ്റെ നീര് നാവിൽ ചുണ്ടിലും നനച്ചുകൊണ്ടായിരുന്നു അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞിരുന്നത്. മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, കാന യമറു ബിആലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിലാലുൻ സുമ്മ ഹിലാലുൻ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം 2 കൊല്ലം എങ്ങനെയാണ് കഴിച്ചു കൂട്ടിയിരുന്നത് എന്ന് ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. ലാ യൂഖദു ഫീ ബുയൂതിഹിം ശൈഉൻ മിനൻ നാരി ലാ ലിഖുബ്ദിൻ വലാ ലിതബീഖിൻ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം അവിടുത്തെ വീട്ടിൽ ആഹാരം പാചകം ചെയ്യാൻ വേണ്ടി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ധാന്യങ്ങളോ മാംസങ്ങളോ ഒന്നും അവിടുത്തെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്വഹാബികളിൽ ചില ആളുകൾ ചോദിച്ചു, ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, എങ്ങനെയായിരുന്നു പിന്നീട് അവർ ജീവിച്ചിരുന്നത്, എങ്ങനെയാണ് അവരുടെ ജീവിതം നിലനിർത്തിയിരുന്നത്? അപ്പോൾ അവിടുന്ന് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തു, അസ്വദാനി അത്തംറു വൽ മാഉ, വെള്ളവും കാരക്കയുമായിരുന്നു എന്ന്. യഥാർത്ഥത്തിൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം ഇങ്ങനെയായിരുന്നു. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു, ഒരുപാട് സഹനങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഈ ലോകത്ത് ഒരാൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെയും ഒക്കെയും ഒരു മാതൃക അത് അല്ലാഹുവിൻ്റെ റസൂലിൽ ഉണ്ടായിരുന്നു എന്നതായിരുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സഹിച്ച പ്രയാസങ്ങൾക്കൊന്നും ഒരു അതിരുണ്ടായിരുന്നില്ല. അത്രമേൽ അല്ലാഹുവിൻ്റെ റസൂൽ അല്ലാഹുവിൽ അർപ്പിച്ച വിശ്വാസമായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് വരുന്ന പ്രയാസങ്ങളൊക്കെയും അത് അല്ലാഹു തരുന്നത് അല്ലാഹുവിൻ്റെ ഖളാഇലുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹു അതിനൊക്കെയും പരിഹാരം കണ്ടെത്തും എന്നുള്ള ഒരു ബോധം, ഒരു ഉൾവിളി നമുക്ക് ഉണ്ടാകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.